അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് തൃശ്ശൂരിലേക്കാണ്. നമ്മുടെ സായന്ന യാത്രകൾ ഇനി സ്കൂൾ കലോത്സവം കഴിയുന്നതുവരെ തൃശ്ശൂരിൻ്റെ മണ്ണിലേക്കായിരിക്കും. അവിടെ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ്. ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്നു എന്ന് തന്നെ പറയാം. നാളെയാണ് ഉദ്ഘാടനം. മുഖ്യമന്ത്രിയാണ് കലോത്സവത്തിന് ഉദ്ഘാടനം നിർവഹിക്കുക. 25 പൂക്കളുടെ പേരുള്ള വേദികൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. 15,000 മത്സരാർത്ഥികളാണ് അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും നമ്മൾ ഒരു കലോത്സവത്തിലേക്ക് പോകുമ്പോൾ പാചകപ്പുരയാണ് അവിടെ ഏറ്റവും ആദ്യം ഒരുങ്ങുന്നത്. പാചകപ്പുര തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും പഴയിടം മോഹനൻ നമ്പൂതിരിയാണ് സ്വാദിഷ്ടമായ ഭക്ഷണം കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത്. ചക്കപ്പായസവും നവധാന്യ ദോശയുമാണ് ഇത്തവണത്തെ സ്പെഷ്യൽ. അപ്പോൾ അവിടെ ഇന്ന് പാലുകാച്ചൽ ഉൾപ്പെടെയുള്ള ചടങ്ങുകളൊക്കെ നടന്നു. ഞങ്ങളുടെ പ്രതിനിധി നവമി ദിനേശ് അവിടെ നിന്നും തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അങ്ങനെ പാചകപ്പുരയുടെ പാലുകാച്ചലോടുകൂടി തന്നെ കലോത്സവത്തിന്റെ ഒരു ഉണർവ് എത്തിയിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പഴയടത്തിന്റെ പാചകപ്പുരയിലാണ്. ഇവിടെ അല്പസമയം മുമ്പാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും മന്ത്രി കെ രാജനും ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി പാലുകാച്ചൽ നടത്തിയത്. ഇവിടെ നമ്മുടെ ചേട്ടന്മാരൊക്കെ തിരക്കിലാണ്. ഇത് നാരങ്ങ അച്ചാർ അല്ലേ? ഇപ്പോഴേ തുടങ്ങി പണികളല്ലേ? എന്താ ഇത്തവണ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടോ ചേട്ടാ? സ്പെഷ്യൽ ഉണ്ടോ? ചക്കപ്പായസം ഉണ്ടല്ലോ, പിന്നെ എല്ലാ ദിവസവും ഉള്ള കറികൾ തന്നെ. നമ്മുടെ കൂട്ടുകറി, അവിയല്, ഓരോ ദിവസം ഓരോ അച്ചാറ്, നെല്ലിക്ക, നാരങ്ങ, മാങ്ങ, അങ്ങനെ ഓരോ അച്ചാറുകളും ഉണ്ട്. ഇത് കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നത് തന്നെ വലിയൊരു സന്തോഷം തന്നെയാണല്ലേ? ഒരു ആഘോഷമാണ് നിങ്ങൾക്ക്. പിന്നെ അല്ലാതെ ഞങ്ങളുടെ ഉത്സവം തന്നെയാണ്. തൃശ്ശൂർക്കാർ തന്നെയാണോ എല്ലാരും? അല്ലല്ല, ഞങ്ങള് കോട്ടയംകാരാണ്. കോട്ടയമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ. എല്ലാ വർഷവും ഞങ്ങൾ തന്നെയാണല്ലോ ചെയ്യുന്നത്. ഓ, പഴയടത്തിന്റെ ഒപ്പം തന്നെയാണ്. ഇത്തവണ കഴിഞ്ഞ തവണ തിരുവനന്തപുരം, ഇത്തവണ തൃശ്ശൂർ അല്ലെ? അപ്പൊ ടേസ്റ്റിനൊക്കെ ഒരു വ്യത്യാസം ഉണ്ടാവില്ലേ? ഇല്ല, പുള്ളിയുടെ ടേസ്റ്റ് ഒരേ ടേസ്റ്റ് തന്നെയാണ്. അത് ഏത് ജില്ലയിൽ പോയാലും മാറില്ല. അതാണല്ലോ പുള്ളിക്ക് അത്ര ഇതായത്. അങ്ങനെ നാരങ്ങ അച്ചാറ് തയ്യാറാക്കുന്നതിന്റെ തിരക്കിലാണ്. ഇവിടെയും നാരങ്ങ, ഒരുപാട് നാരങ്ങയുണ്ട്. ഇത്ര ദിവസം കുട്ടികൾക്കും ഇവിടെ വരുന്നവർക്കും എല്ലാവർക്കും കൂടി ഇതൊക്കെ കൊടുക്കണ്ടേ? അപ്പോൾ നല്ല തിരക്കിലാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ പഴയടം കൂടി ചേരുന്നുണ്ട്. അങ്ങനെ വീണ്ടും ഒരു കലോത്സവത്തിൽ എത്തിയിരിക്കുകയാണ്. വളരെ സന്തോഷം തന്നെയാണ് അല്ലേ? നന്നായി പോകണം. ഇതുവരെ പിന്നെ പാലുകാച്ചാർ കൂടി നമ്മൾ തുടങ്ങി. ഇത്തവണ ചക്കപ്പായസം ഒരു പ്രത്യേകതയാണ്. നാളെ ചക്കപ്പായസം കൊടുക്കുന്നു. നാളെ നവധാന്യ ദോശ കൊടുക്കുന്നു. ദോശയോടൊപ്പം മറ്റ് ദോശയോടൊപ്പം തന്നെ ഓരോ നവധാന്യ ദോശയും കൂടി കൊടുക്കുന്നു. അതിൻ്റെ ഒരു കൊങ്ങിണിമാരുടെ വിഭവമാണ്. അതിനുവേണ്ടി സ്പെഷ്യലായിട്ട് എറണാകുളത്ത് വന്ന ആൾക്കാരാണ് അവർ. അവരെ കൂടെ ചോദിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ച് മനസ്സിലായി. എങ്ങനെയാണ് ഈ നവധാന്യ ദോശയിലേക്ക് അദ്ദേഹം ചോദിച്ചത്? അതിനു മുന്നേ ഒരു കാര്യം കൂടി, തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് വരുമ്പോൾ ടേസ്റ്റിന് എന്തെങ്കിലും ഒരു വ്യത്യാസം? ഇല്ല, നമുക്കൊരു യൂണിഫോം ടേസ്റ്റ് ആയിരിക്കുമല്ലോ. കേരളത്തിൽ എവിടെ ആയാലും അതാണ് പ്രത്യേകതയും. അതാണ് എന്റെ പ്രത്യേകത. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം ആഘോഷത്തിന്റെ ദിവസം കൂടിയാണ്. ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോ ഇത്തവണത്തെ പ്രത്യേകത നവധാന്യ ദോശയാണ്. നമ്മുടെ ഇടൊപ്പം ഇപ്പൊ സംസാരിച്ചത് പഴയടമാണ്. ചോദിക്കാം, ഈ നവധാന്യ ദോശ ഇത്തവണ കലോത്സവത്തിന് കുട്ടികൾക്ക് നൽകുകയാണ്. അതെന്താണ് അങ്ങനെ ഒരു ഐഡിയയിലേക്ക് വന്നത്? അതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നാളുമ്പോൾ ഒരു ഫുഡ് ഫെസ്റ്റിവൽ നടത്തിയിട്ടുണ്ടായി. ഈ എറണാകുളത്തായിരുന്നു സംഭവം. അതിൽ പഴയടം നമ്പൂതിരി പങ്കെടുക്കാൻ ഇടയായി. അവിടെ വെച്ച് നമ്മളൊരു ദോശ കൊടുത്തത് ഇഷ്ടപ്പെട്ടു. പുള്ളി ഇൻവൈറ്റ് ചെയ്തു. നമ്മൾ വന്ന് ചെയ്യാൻ നമ്മൾ 2 കൈ വെച്ച് സ്വീകരിക്കുകയായിരുന്നു. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ വളരെ സന്തോഷം. അതെ, അത് മാത്രമല്ല, ഇത്രയും വലിയ പരിപാടി നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യണത്. ഇത് നമ്മൾ ഫാമിലി ആയിട്ട് തന്നെ ചെയ്യണതാണ്. അങ്ങനെ ഒരു പ്രത്യേകം കൂടെ ഉണ്ട്. നമ്മൾ വേറെ സ്റ്റാഫൊന്നും ഇല്ല. ഒരു ടാസ്ക് ആയിട്ട് എടുത്തേക്കണേണത്. നവധാന്യ ദോശയിൽ എന്തൊക്കെയാണ്? 9 കൂട്ടം ധാന്യങ്ങളുണ്ടാവും. പിന്നെ അത് കൂടാതെ അതിൽ മല്ലി, കായപ്പൊടി, കുരുമുളക്, ഉണക്കമുളക്, അങ്ങനെ എല്ലാം കൂടി ഒരു മിശ്രിതമാണത്. എരിവ്, പുളി എല്ലാം ഉണ്ടാവും. ഒരു ബോഡിക്ക് നല്ലൊരു ഗുണം ചെയ്യപ്പെടുന്ന ദോശയാണത്. എല്ലാ ദിവസവും ഉണ്ടാവും അതോ നാളെ? നമുക്ക് നാളെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം പറഞ്ഞേക്കണത്. അങ്ങനെ ഇത്രയും വലിയ നമുക്ക് കാണാം. വിശാലമായ പാചകപ്പുര ഒരുങ്ങിയിരിക്കുകയാണ്. അവിടെ ഇന്ന് പാലുകാച്ചോടുകൂടി തന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള വിഭവങ്ങളുടെ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരിക്കുകയാണ്. എന്തായാലും കലോത്സവ ഭക്ഷണത്തിന് എപ്പോഴും ഒരു പ്രത്യേക രുചി തന്നെയാണ്. ഇനി മുതൽ 5 ദിവസം എന്തായാലും വ്യത്യസ്തമായ പലഹാരങ്ങളും
ഓരോ തരം ഐറ്റവും ഒക്കെ ആയിട്ടുള്ള ഫുഡ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കും. അവിടേക്ക് വിദ്യാർത്ഥികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നവമി ദിനേശിന്റെ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. നമ്മളുടെ ഇന്നത്തെ സമയം അവസാനിക്കുന്നു. ഇടവേളയ്ക്ക് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.